ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങോലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു ഒക്കെ വരാറായി, നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് മുണ്ട് സംഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറച്ച് സെറ്റുമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതുണ്ട്. ഇതിൽ ചിലത് ഓക്കെ എന്നുള്ളൊരു ഇതിലുണ്ട്. കാരണം ആ പ്രൈസിന് നമുക്ക് കുറച്ച് കൂടുതലാണ് ആ പ്രൈസ് എന്ന് തോന്നിയതും ഉണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവങ്ങൾ. എല്ലാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തത് തന്നെയാണ്. ഒരു സെറ്റ് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കറക്റ്റായിട്ട് കാണിക്കേണ്ട ഒരു ടൈം ഇപ്പോഴാണെന്ന്. കാരണം വിഷു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സെറ്റ് മുണ്ട്, സെറ്റ് സാരി ഇതൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് മുണ്ടും വേഷ്ടിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസും ഉണ്ട്. ആമസോണിൽ മെഗാ ഫാഷൻ ഡേ സെയിൽ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അപ് ടു 70% ഓഫ് കിട്ടും ടോപ്പ് ബ്രാൻഡ്സിന് വന്നിട്ട്. ആമസോണിൽ നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്ന സമയമാണ്, നിങ്ങൾ നോക്കി നോക്കുക. ഇപ്പം ഞാൻ ആ സമയത്ത് വാങ്ങിച്ചതിനേക്കാളും നല്ല ഓഫറിലായിരിക്കും നിങ്ങൾക്ക് ഇത്തവണ ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക. അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇനി അധികം വൈകിക്കാൻ നമുക്ക് സമയമില്ല, വിഷുവിങ് എത്തി. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സെറ്റ് മുണ്ട് കാര്യങ്ങൾ, മുണ്ട് വേഷ്ടി ആ ഒരു രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ മുണ്ടും അച്ഛന് വേണ്ടിയിട്ട് വാങ്ങിച്ച മുണ്ടും ഞാൻ ഇതിൽ കാണിച്ചു തരാം. സെറ്റ് മുണ്ടൊക്കെ ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഡെലിവറി ഒക്കെ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പാരൻസിനോ നിങ്ങൾക്കോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒരുപാട് കളേഴ്സിലൊക്കെ ഉള്ളത് അവൈലബിൾ ആണ്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക്. അതുകൊണ്ട് ബ്ലാക്കും സിൽവറും തമ്മിലുള്ള ബോർഡർ, അതുപോലെ തന്നെ ഗോൾഡൻ ടിഷ്യൂ ആ ഒരു കൈൻഡ് ഓഫ് സംഭവം. ഇതാണ് ഞാൻ മെയിനായിട്ട് സെറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, വാങ്ങിച്ചിട്ടുള്ളതും അതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും. എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ചീത്തയാവോ ഇല്ല കേട്ടോ ഈ സംഭവങ്ങൾ. പിന്നെ അച്ഛന് ഞാൻ 2 മുണ്ട് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൽ കാണിക്കാം കേട്ടോ. ഇനി കിറ്റെക്സിൻ്റെ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ബ്രാൻഡഡ് തന്നെയാണ് എടുത്തത്. ഇനി ഞാൻ ആദ്യത്തെ സെറ്റ് ഇത് കാണിക്കുന്നത്, സെറ്റ് മുണ്ട്, അതായത് മുണ്ട് വേഷ്ടി സംഭവം കാണിക്കുന്നത് ബ്ലാക്ക്, അതുപോലെ തന്നെ അതിൽ സിൽവർ ബോർഡർ വരുന്നതാണ്. സിൽവർ ബോർഡറിൻ്റെ 2 സൈഡിലായിട്ട് ബ്ലാക്ക് തിന്നായിട്ടുള്ള ബോർഡർ വരുന്നത് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് നമ്മളുടെ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയാണ് കൂടുതലായിട്ടും സെറ്റ് മുണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം നമ്മളൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ വേഗം കുർത്തിയൊക്കെ ഇട്ടിട്ട് പോകുന്നതല്ലേ. എന്നാലും എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെ സംഭവമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചു ഇട്ട് നോക്കി. ഞാനത് അമ്മക്ക് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റാറുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, അതിൽ ഇഷ്ടമുള്ളത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇതാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് അമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തരാറുള്ളത് കേട്ടോ. ഞാൻ ഇത്ര സ്പീഡ് പറയുന്നത് മോൻ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് എടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ കുറച്ച് സ്റ്റൈൽ ചെയ്തിട്ട് ഒരു വീഡിയോയുടെ ആവശ്യത്തിന് തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. കാരണം സംഭവം എന്തായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത്യാവശ്യം ഒരു 800 സംതിങ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇപ്പോഴത്തെ പ്രൈസാണ് ഞാൻ പറയുന്നത്. ഇപ്പം നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് 800 സംതിങ് ആയിട്ട് ഓഫറിൽ കിടക്കുകയാണ്. നമുക്കറിയാം സെറ്റ് മുണ്ടൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല റേറ്റ് ഉണ്ടാവും. തുണിയൊക്കെ കുറച്ച് തിക്കാവുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു 500 സംതിങ്ങിനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെറ്റ് മുണ്ടിന് ഏകദേശം ആ ഒരു റേഞ്ചേ ഉള്ളൂ. കുത്താമ്പള്ളിയുടേതാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, കുത്താമ്പള്ളിയുടെ തന്നെയാണ്. അവരുടേത് ഒരുപാട് കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ എന്താ പറയുക, ഇട്ടിട്ടുള്ള ഇമേജ്, ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതും കൂടെ പറയാം. ഇതിന് നമുക്ക് ബ്ലാക്ക് കളറുള്ള ബ്ലൗസ് പെയർ ചെയ്യാം. പിന്നെ ഞാൻ ഇതേ കോമ്പിനേഷനിലുള്ളൊരു ബ്ലൗസ് ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഗോൾഡൻ ടിഷ്യൂൻ്റെ ആ ഒരു മോഡലാണ് പിന്നത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സെറ്റ് മുണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ ഈ വാങ്ങിച്ചതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ പറയാട്ടോ. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്തേക്കാം. ഈ ഗോൾഡൻ ടിഷ്യൂനൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള ബ്ലൗസ് വേണം പെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ എടുത്തിട്ടുണ്ടായത് ബ്ലാക്ക് ബോർഡറിലുള്ള ഒരു സെറ്റ് മുണ്ടാണ്. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇത് കുറേ തവണ അമ്മ അലക്കി യൂസ് ചെയ്ത് നോക്കിയതാണ്. അടിപൊളിയാണ് കേട്ടോ.
ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചധികം നാളായി ഞാനിത് യൂസ് ചെയ്തിട്ട്. എനിക്ക് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു സെറ്റ്. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളതാണ്. കാരണം ഒന്നാമത് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാണ്, രണ്ടാമത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന് വന്നിട്ട്. ഇനി ഗോൾഡൻ കളർ ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ എനിക്ക് ആ ടിഷ്യൂൻ്റെ കുറച്ച് ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ട് കുറച്ച് അധികമായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അവർക്ക് സാധാരണയായിട്ട് സെറ്റ് മുണ്ടിന് അതായത് വേഷ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇറക്കം കിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്യൂട്ടാവും കേട്ടോ. എനിക്ക് അത് ഭയങ്കര ലെങ്ത് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഗോൾഡൻ കളർ കേട്ടോ. ഇനി എടുത്തിട്ടുള്ളത് അച്ഛന് 2 മുണ്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് കുറച്ച് അച്ഛൻ അലക്കിയിട്ടൊക്കെ നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു വയലറ്റ് കൈൻഡ് ഓഫ് ബോർഡർ വരുന്നതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു മുണ്ടാണ് കേട്ടോ. മുണ്ടിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് അധികം പറയാൻ അറിയില്ല, സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. രണ്ടാമത്തേത് വന്നിട്ട് ഒരു മെറൂൺ കളർ ബോർഡർ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ധോത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നത് ഡബിൾ ആയിപ്പോയി. ശരിക്കും റീപ്ലേസ് ചെയ്യായിരുന്നു എനിക്ക് സംഭവം. പക്ഷെ അച്ഛൻ അപ്പോഴേക്കും അതിൻ്റെ കര കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ അച്ഛൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ റിട്ടേൺ അടിച്ചില്ല ഞാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ കൊടുക്കാമായിരുന്നു. ഇത് കുറച്ച് എനിക്ക് ആദ്യത്തേത് എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടില്ല. ഓക്കെ, അത്രേ പറയാനുള്ളൂ കേട്ടോ. നമ്മൾ ബ്രാൻഡിൻ്റെ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു പ്യോർ കോട്ടൺ ആയിട്ട് തോന്നിയില്ല, കുറച്ച് മിക്സ് ഉണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ തോന്നി. കുഴപ്പമില്ല, കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് എടുത്തത്. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 400 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടായത്. 2 മുണ്ടിൻ്റെയും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. സിംഗിൾ മുണ്ടിൻ്റെ പൈസ തന്നെയാണ് ആയത്. സാധാരണ ഡബിൾ മുണ്ടിന് നമുക്കൊരു 700 സംതിങ് വരുമല്ലോ. ഇതിപ്പോൾ മാറിപ്പോയതാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വിഷുവിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് പോവുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.